ഹലോ ഋഷിനെയാണ്. അപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു കേട്ടോ. നമ്മൾ നൈറ്റിൽ ഇവിടെ എല്ലാം കിടന്നു. ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആയിട്ടോ. നൈറ്റിൽ ഇവിടെ ആയിരുന്നില്ല, നമ്മൾ കിടന്ന വീട്ടിലായിരുന്നു. കാരണം രാവിലെ നേരത്തെ പോകണം, കുട്ടികളൊന്നും എണിക്കില്ല, ആകെ പ്രശ്നത്തിലാവും. പിന്നെ സമയം വൈകിപ്പോയാൽ പിന്നെ അവിടെ ഡോക്ടറിനെ കാണാൻ എത്ര വൈകും എന്നൊന്നും അറിയില്ല. പിന്നെ നമുക്ക് അന്ന് തന്നെ തിരിച്ചും വരണ്ടേ, അപ്പോൾ നല്ല രാത്രിയാവും എന്ന് പറഞ്ഞ് അപ്പോൾ വേഗം പോകണമെങ്കിൽ കുട്ടികൾ അവിടെ ആവുമ്പോൾ അവരങ്ങനെ ഉറങ്ങിക്കോളും എന്ന് പറഞ്ഞ് വീട്ടിലായിരുന്നു കേട്ടോ നമ്മൾ കിടന്നിരുന്നത്. അങ്ങനെ ഇതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ കുഴൽമന്നത്ത് ആണ് നമ്മൾ ബസ് കയറുന്നത്. ഇക്കാടെ ഓട്ടോയിൽ തന്നെ പോയി. എന്നിട്ട് ഓട്ടോ ഒരവിടെ നിർത്തിയിട്ട് നമ്മൾ ചായയും ചെറുതായിട്ട് ഒരു സ്നാക്കും കഴിച്ചു കേട്ടോ. കാരണം എനിക്ക് വിശന്നാൽ പെട്ടെന്ന് അങ്ങനെ കുഴഞ്ഞ പോലെ ആവും. അപ്പോൾ ബസ്സിൽ കയറി ആകെ ഇടങ്ങേറാവും. അങ്ങനെ ബസ്സിൽ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല, രണ്ടാൾക്കും അപ്പുറത്തും ഇപ്പുറത്തെ കിട്ടി. ഞാൻ ഒരു ചേട്ടൻ്റെ കൂടെ ഇരുന്നു, ഇക്ക വേറൊരു ചേട്ടൻ്റെ കൂടെ ഇരുന്നു. എൻ്റെ മുഖം നല്ല ടയേർഡ് ഉണ്ട് അല്ലേ, നല്ല ക്ഷീണം. നൈറ്റിൽ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് ആലോചിച്ചിട്ട് എത്ര ചിരിച്ച് കളിച്ചാലും ചില സമയം മനുഷ്യനല്ലേ കൈവിട്ട് പോവും. ആകെ വിഷമത്തിലായിരുന്നു. പിന്നെ ഞാൻ വയ്യാന്ന് പറഞ്ഞ് ഒരു ഭാഗത്തിരുന്നാൽ എൻ്റെ അക്കാനെ വേറെ ആരുമില്ല കൊണ്ടുപോകാൻ. ഇപ്പം തന്നെ ഏകദേശം ഒരാഴ്ചത്തോളം വൈകിട്ടുണ്ട് ചെക്കപ്പിന് പോകേണ്ടത്. ഇനിയും വൈകാൻ പറ്റില്ല. ഇക്ക വേണ്ട, നിൻ്റെ വയ്യായി മാറട്ടെ, നമുക്ക് അടുത്ത ആഴ്ച പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് എന്ത് വയ്യെങ്കിലും ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അതിൻ്റേതായ ക്ഷീണങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളിതാ തൃശ്ശൂർ എത്തിയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. റോസ്റ്റ് കഴിച്ചു. എവിടെ പോയാലും എനിക്ക് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്ക അത് തന്നെ പറഞ്ഞു കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. വന്ന് അവിടെ തൃശ്ശൂർ എത്തിയപ്പോൾ നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ മുഖമൊക്കെ കഴുകി റോസ്റ്റൊക്കെ കഴിച്ചൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങിച്ച് അങ്ങനെ ബസ്സിൽ കയറി. 3 ബസ് കയറിയിട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ബസ്സിൽ കയറിയപ്പോൾ ഒരാൾ സീറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്ന് എണിപ്പിച്ചു വിട്ട്. പിന്നെ അടുത്തത് രണ്ടാമത് കയറി. പിന്നെ അവസാനം നമുക്ക് തിരുവനന്തപുരം ബസ്സാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ എടപ്പള്ളിയിലാണ് കേട്ടോ പോയി ഇറങ്ങുന്നത്. തിരുവനന്തപുരം ബസ്സായിരുന്നു നമ്മൾക്ക് കിട്ടിയത്. അങ്ങനെ ബസ്സിൽ വെച്ച് നമ്മുടെ ഒരു ഫോളോവർ, നമ്മുടെ ഇൻസ്റ്റയിലൊരു ഫോളോവർ നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇക്കാടെ അസുഖ സമയത്ത്, അതായത് റേഡിയേഷൻ സമയത്ത്. അങ്ങനെ കണ്ടു, ഫോളോവറെ കണ്ടു, കുറേ സംസാരിച്ചു. ഇക്കയും മൂപ്പരുമ്പാട് നല്ല സംസാരിച്ചു. അവർ സ്ഥലം ഗുരുവായൂരാണ്. എന്തോ മീറ്റിങ്ങിന് എന്തിനോ പോവുകയാണ്, ആലുവയ്ക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മളിതാ എറണാകുളത്ത് എത്തി. പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ബസ്സിനൊക്കെ വെയിറ്റ് ചെയ്താൽ നമ്മൾ സമയമാവും. അങ്ങനെ ഇതാ നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഇക്ക ഓട്ടോന് ക്യാഷൊക്കെ കൊടുത്ത്. പിന്നെ നമ്മുടെ കാർഡ് മിസ്സല്ല, കാർഡിൻ്റെ ഫ്രണ്ടിലുള്ളത്, അതായത് MRD കേട്ടോ. MRD കാർഡിൻ്റെ ഫ്രണ്ടിലുള്ള പേര് കാര്യങ്ങളൊക്കെ അടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു കാർഡ് എടുക്കണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തോ സെക്യൂരിറ്റി എന്ത് പറയുമെന്നൊക്കെ പറഞ്ഞ് പേടിച്ച് കയറി. പിന്നെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇതാ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാണ്, ഓങ്കോളജി റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാണ്. അങ്ങനെ പോയി അവർ ടോക്കൺ എടുക്കണം. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 12:30 ശേഷമാണ് ഡോക്ടർക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ടോക്കൺ എടുക്കണം പറഞ്ഞു. 500 രൂപ ആണ് കേട്ടോ ഫീസ് ഡോക്ടർക്ക്. അങ്ങനെ ഫീസൊക്കെ അടച്ച് ഇക്കാനെ അവിടെ ഇരുത്തിയിട്ടോ. അപ്പോൾ ഇക്കാക്കും ഇക്കൊക്കെ പിന്നെ പൊതുവേ യാത്ര വലിയ പ്രശ്നമല്ല കേട്ടോ. എനിക്ക് പേടിയാവും ഇക്കൊക്കെ വല്ല പ്രശ്നങ്ങൾ വരുമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേടിയും. പക്ഷേ ഇക്ക എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കാണ് പറ്റ വയ്യാതാവുക, എനിക്ക് യാത്ര തീരെ സെറ്റാവില്ല. അങ്ങനെ ഞാൻ ഇതാ ബില്ലൊക്കെ അടച്ചിട്ട് വീണ്ടും പോവുകയാണ്. ഇക്ക അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടേഴ്സ് ആരും വന്നിട്ടില്ല കേട്ടോ. അതായത് ഓങ്കോളജി റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സൈബർ നൈഫ് സീനിയർ ഡോക്ടറായ ദത്ത സാറാണ് കേട്ടോ നമ്മുടെ ഇക്കാനെ നോക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഡോക്ടേഴ്സൊന്നും. അങ്ങനെ ഞങ്ങളെ ബില്ലൊക്കെ കെട്ടിയിട്ട് അവിടെ കൊണ്ട് കൊടുത്ത് പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ ഇക്കാക്ക് കണ്ണ് യാത്ര ചെയ്തപ്പോൾ കാറ്റൊക്കെ തട്ടിയിട്ട് നല്ല റെഡ്നെസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെൻഷനും ആയിരുന്നു. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് നമ്മളിതാ ഇറങ്ങി. പിന്നെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതായിരുന്നു ഞാൻ തമ്പനയിൽ എഴുതിയ പോലെ ഇക്കാക്ക് പ്രതീക്ഷിക്കാത്തൊരു വിഷമം ആയി എന്ന് പറഞ്ഞത്. അതായത് ഇത്ര കാലം മരുന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡോക്ടർ ഒരു 3 സൈസ് മരുന്ന് എഴുതി തന്നു, അത് കഴിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇതുണ്ടോ, ആ ബില്ല് കണ്ടപ്പോൾ ഇക്കാകെ ഞെട്ടിപ്പോയി. 2 സംതിങ്ങോളം വന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഇക്കാക്ക് ആകെ വിഷമായി. എന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. മുഖമൊക്കെ വാടിയിട്ടോ ആളുടെ. ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യാം, എന്തായാലും വാങ്ങിയല്ലേ പറ്റൂ, മരുന്ന് കഴിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഡോക്ടർ, അതായത് ഇക്കാക്ക് ബാലൻസ് ഇഷ്യൂ കുറച്ചായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞത്, അതായത് സർജറിക്ക് ശേഷം ഇക്കാക്ക് പൊതുവേ സർജറിക്ക് മുമ്പും
ബ്രെയിനിന് ട്യൂമർ മാത്രമല്ല കേട്ടോ, ആ ട്യൂമർ നിന്ന സ്ഥലത്ത് മൊത്തം നീർക്കെട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ ആ നീർക്കെട്ട് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ്, ബാലൻസ് കുറച്ച് കൂടുതലാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്തായാലും കുറയാനൊരു മരുന്ന് 2 മാസത്തോളം, അതായത് നമ്മൾക്ക് ഇനി ജൂണിലാണ് നമുക്ക് പോകേണ്ടത് MRIക്ക്. അപ്പോൾ ആ ജൂണിൽ പോകുന്നത് വരെ ഈ മരുന്ന് എന്തായാലും കഴിക്കണം പറഞ്ഞിട്ട് ഒരു മരുന്ന്. പിന്നെ ചെവിയിൽ, അതായത് ഇക്കാക്ക് വലത്തെ ചെവി കംപ്ലീറ്റ് ആയിട്ട് കേൾക്കില്ല. അപ്പോൾ ആ ചെവിയിൽ ചെറിയ മൂളൽ അങ്ങനെയുള്ള ഒരു ഇറിറ്റേഷൻ സൗണ്ടുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു മരുന്ന്. അങ്ങനെ 3 സൈസ് ഗുളിക ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇക്കാകെ ഡള്ളായി. പിന്നെ ഞാൻ കേട്ടോ ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് വരികയായിരുന്നു. എന്താ ചെയ്യുക, അസുഖം വന്നില്ല, ഇനി ഇങ്ങനെയൊക്കെ തന്നെ അതിനോട് പൊരുത്തപ്പെടുക, ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഇത്ര കാലം മരുന്നില്ല, പക്ഷേ അത് പറഞ്ഞിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനപ്പെടുത്തി വന്നു. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ കാര്യം അന്വേഷിക്കാൻ പോവുകയാണ്. ഞാനവിടെ ഇരുന്നു കേട്ടോ, വയ്യാതെ സ്റ്റോപ്പിലിരുന്നു. ഇക്ക പോയി അന്വേഷിച്ച് വന്നു കേട്ടോ, ബസ് എത്ര മണിക്കാണെന്നൊക്കെ അന്വേഷിച്ച് വന്നു. നമുക്ക് വൈറ്റിലിൽ പോകണം കേട്ടോ. എടപ്പള്ളിയിൽ നിന്നാൽ നമുക്ക് ചിലപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് സീറ്റൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വൈറ്റിലിൽ പോകണം. അപ്പോൾ ഓട്ടോവിന് നല്ല കാശാവും എന്തായാലും. അപ്പോൾ വേണ്ട, ബസ്സിന് തന്നെ പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ പോകുകയാണ് കേട്ടോ ഞങ്ങൾ. നല്ല വിശന്നു കേട്ടോ. അപ്പോഴേക്കും സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഞാൻ കളിയാക്കായിരുന്നു, എന്തത് ചോറ് കിട്ടിയപ്പോൾ നോക്കണില്ല വീഡിയോയ്ക്ക് ഒന്നും പറയാൻ. ഇക്കാക്ക് നല്ലപോലെ വിശന്നു, റോസ്റ്റ് കഴിച്ചിട്ട് ഇക്കാക്ക് എവിടെ തീരാനാ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇക്കാനോട് പറയും എന്നിട്ട് പോവാം നമുക്ക്. അപ്പോഴേക്കും സമയം 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പോവാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യേക്ക, എനിക്ക് കുറച്ച് നേരം ഇരിക്കണം, അങ്ങനെ വണ്ടി കയറി ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ രാവിലെ റോസ്റ്റ് കഴിച്ച് അങ്ങനെ വണ്ടിയിൽ കയറിയപ്പോൾ എനിക്ക് മൊത്തം നല്ലൊരു ഇടങ്ങേറായിരുന്നു കേട്ടോ. ബസ്സിൽ നിന്ന് എന്താ പറയുക, ഇറങ്ങി ഓടേണ്ട ഒരു ഫീൽ വരെ വന്നു. അപ്പോൾ എനിക്ക് എന്തായാലും എത്ര വൈകിയാലും കുഴപ്പമില്ലക്ക, ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ, എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇക്കാനെ കണ്ടൊക്കെ വീഡിയോ എടുത്തതാണ്. ഞാൻ ഇക്കാൻ്റെ മേലെ കുറച്ച് നേരമൊക്കെ കിടന്ന് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം. എനിക്ക് യാത്ര ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ബസ്സിൽ അധികം ദൂരമൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഇടങ്ങേറാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ബസ്സിൽ കയറി വൈറ്റിലയിൽ എത്തിയിട്ടുണ്ട്. വൈറ്റിലയിൽ നിന്ന് ഇനി നമ്മൾ തൃശ്ശൂരിലോട്ടാണ് കയറാൻ പോകുന്നത്. അവിടെ എത്തി നമ്മൾ ഒരു വെള്ളം കുടിക്കുക, അതായത് ലൈമാണെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോയി. ലൈം കുടിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോൾ അത് ലൈമല്ല കേട്ടോ, എന്താ ഇളനീര് അങ്ങനെ എന്തോ പറഞ്ഞു. 65 രൂപ ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുടിച്ചില്ല. വീണ്ടും ഒരു ബോട്ടിൽ വെള്ളം തന്നെ വാങ്ങിച്ചിട്ട് വീണ്ടും എന്താ ബസ് കാത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. ഒരു ബസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ തീരെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിൽ പോയില്ല. അങ്ങനെ ഇതാ വേറൊരു ബസ് കിട്ടി, അതിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഇതാ വന്ന് ഇറങ്ങി, നമ്മൾ തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ഒന്ന് ഫ്രഷ് ആവണം പറഞ്ഞിട്ടൊരു കടയിൽ കയറി ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സമയം ഏകദേശം 6:20 ആയിട്ടോ നമ്മൾ തൃശ്ശൂർ എത്തുമ്പോൾ. അങ്ങനെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കടയിൽ കയറി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി. നല്ല ടയേർഡായിട്ടോ, ഞാൻ നല്ല ടയേർഡായി, തീരെ വയ്യാതായി, തലയ്ക്കൊക്കെ മപ്പ് പോലെ. പക്ഷേ പിന്നെ എന്നിട്ട് ഇക്ക പറയായിരുന്നു, ഞാൻ അങ്ങനെ ആ ബസ്സിൽ തിരുവനന്തപുരം വരെ വേണമെങ്കിൽ പോയിട്ട് വരും, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ ബസ് കിട്ടി. നമ്മളിനി പാലക്കാട് ബസ്സിൽ കയറി. ഇനിയിപ്പോൾ കുഴൽമന്നാണ് നമ്മൾ പോയി ഇറങ്ങുന്നത്. അത്യാവശ്യം അതുപോലെ തന്നെ നമ്മൾ വൈകിയാലും സീറ്റ് ഇല്ലാതെ കയറണ്ടെന്ന് പറഞ്ഞ് 2ാമതുള്ള ബസ്സിലാണ് കയറിയത്. അങ്ങനെ ബസ്സിൽ കയറി സീറ്റ് കിട്ടി. വെള്ളം എനിക്ക് വാങ്ങാൻ പോയതായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും സ്നാക്ക് വാങ്ങാമെന്ന് പറഞ്ഞു, മുട്ടായി എന്തെങ്കിലും. കാരണം എനിക്ക് എൻ്റെ ലെവൽ കണ്ടപ്പോൾ ഇക്കാക്ക് പേടിയായി, ഛർദ്ദിക്കോ എന്തെങ്കിലും ചെയ്യുമോ പറഞ്ഞ് ഇക്കാക്ക് നല്ല ടെൻഷനായപ്പോൾ മുട്ടായി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇക്ക അങ്ങനെ പോയി. പിന്നെ അങ്ങനെ വന്ന് ഇരുന്ന് ഞങ്ങൾ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും സമയമായിട്ടോ. നല്ല റോഡ് പണി കാര്യങ്ങൾ കൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ നല്ല സമയം വൈകി, നല്ല ലേറ്റായി. ഏകദേശം 8:30 ആയിട്ടോ നമ്മൾ കുഴൽമന്നത്ത് എത്തുമ്പോൾ 8:30 ആയി. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 2ആളും കൂടെ ഇരുന്ന്, ലേഡീസ് സീറ്റായിരുന്നു. അപ്പോൾ ഇക്കാക്ക് പേടിയായിട്ട് അതൊക്കെ വർത്താനം പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, കുഴൽമന്ന് എത്തിയിട്ടുണ്ട്. ഏകദേശം 8:23 ആയിട്ട് നമ്മൾ കുഴൽമന്ന് എത്തുമ്പോൾ പിന്നെന്താ, പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്തോട്ട് പോകണം. വണ്ടി ഒരു റോഡിൻ്റെ സൈഡായിട്ടാണ് നമ്മൾ നിർത്തിയിട്ട് പോയത്. കാരണം നമ്മളൊരു വണ്ടി പിടിച്ചിട്ട് വന്നാൽ എന്തായാലും ശരിയാവില്ല. അങ്ങനെ നമ്മളിതാ നമ്മുടെ വണ്ടിയുടെ അടുത്തോട് എത്തി. അങ്ങനെ വണ്ടിയിൽ കയറി പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിർത്തിയിട്ടു. കാരണം എന്താ വെച്ചാൽ ഇക്കാടെ കണ്ണിൻ്റെ മരുന്ന് ഉണ്ടായിരുന്നില്ല, അത് ഇല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ ഇക്കാക്ക് ഡ്രൈനസ് വന്നിട്ട് മുറിവുണ്ടാവും. അങ്ങനെ ആ വീട്ടിലോട്ട് എത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആരെങ്കിലും ഓടി വരുന്നു പറഞ്ഞു. പിന്നെ വൈക്കോട്ടൻ ഓടി വന്നു കേട്ടോ. അവർക്ക് മുട്ടായിയൊക്കെ കയ്യിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പാവം ഇത്ര നേരം കാണാതെ ഇരുന്നതല്ലേ, രാവിലെ എണിച്ചിട്ട് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അവൻ വന്ന് മുട്ടായിയൊക്കെ കൊടുത്തു. അപ്പോൾ അത്രയും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം, വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടണം നമ്മുടെ ഫാമിലി ആയിട്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.